എല്ലാവർക്കും നാടൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജക്കാർത്തയിലെ കണ്ടൽ വനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മാൻഗ്രൂവ് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. വെസ്റ്റ് ജക്കാർത്തയിലാണ് ഈ ഒരു മാൻഗ്രൂവ് ഇക്കോ ടൂറിസം ഉള്ളത്. വെസ്റ്റ് ജക്കാർത്ത എന്ന് പറഞ്ഞാൽ ജക്കാർത്തൻ്റെ കടൽ തീരമുള്ള ഭാഗമാണ്. ജക്കാർത്ത ബേ ഒക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് സെൻട്രൽ ജക്കാർത്തയിൽ നിന്ന് ഇവിടേക്ക് ഗവൺമെൻറ് ബസ് വഴി എത്താൻ പറ്റും. Nya Rp2.000. 2000? Iya, sekali masuk ya. Langsung bayar di sini sekarang. Langsung bayar. ടിക്കറ്റ് ചാർജ് വരുന്നത് 2000 ഇന്തോനേഷ്യ റുപ്പയ, അതായത് നമ്മളെ 10 രൂപ. കണ്ടൽക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് നമ്മുടെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ബോർഡറായ സുന്ദർബൻസ് ഡെൽറ്റയിലാണ്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത് ഇന്തോനേഷ്യയിലാണ്. ലോകത്തിൻ്റെ 23% കണ്ടൽക്കാടുകളും ഇന്തോനേഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്തോനേഷ്യയിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, കരയിടിച്ചിൽ, സുനാമി, ഇതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷ നേടാൻ ഇന്തോനേഷ്യക്ക് ഈ ഒരു കണ്ടൽക്കാടുള്ളത് കൊണ്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് തരം മത്സ്യങ്ങൾ, ചെമ്മീൻ, മറ്റ് പലതരം സസ്യങ്ങൾ, പിന്നെ ചില ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ ഈ ഒരു കണ്ടൽക്കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഈ കണ്ടൽക്കാടിൻ്റെ ഈ ഒരു തടാകത്തിന് ചുറ്റും ആളുകൾ ഇഷ്ടം പോലെ മീൻ പിടിക്കണ കാണാം. ചുറ്റിലുണ്ട് ആളുകൾ. ഇവിടെ വേറെ മീൻ പിടിക്കുന്നുണ്ട്. ഇത് വല ഉണ്ട്, അതിൻ്റെ ചൂണ്ടലിൻ്റെ തുഞ്ചത്ത് വലയാണ്. ഇങ്ങനെ എറിഞ്ഞാൽ വലയിൽ എങ്ങനെ കുടുങ്ങുമെന്ന് അറിയില്ല. ഇതുവരെ ഒരു മീൻ ഇവിടെ കണ്ടില്ല. ചൂണ്ടലിട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും കുടുങ്ങിയാൽ നോക്കാം. ഇതിലിട്ടു, ഇതിലൊന്നു പോലും ഇല്ല. Di mana pandai Pulau Seribu? Pulau Seribu. Pulau Seribu di Tangnang. Bis. Pandai. Pantai Pulau Seribu. ഒരു ബീച്ച് ഉണ്ട്, പുലാവ് സെരിബു. അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴി ചോദിച്ചതാണ്. റിബു ബാംബൂസ്. ഇവിടെ ഒരു കണ്ടൽ ചെടികൾ ഇതാ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തതാണ് കണ്ടൽ ചെടികൾ.
എല്ലാത്തിനെയും ഓരോ കോല് കുത്തിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിലൂടെ നടന്നു പോയായിരുന്നു. ഇപ്പോൾ വെള്ളം കൂടിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതും പുതിയ പ്ലാന്റിംഗ് ആണ്. ഫെബ്രുവരി 2020 ഫെബ്രുവരി 18. ഇത് ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയൊരു ഏരിയയാണ്. മണ്ണിട്ടിട്ട് അവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചതാണിത്. ഇവിടെയൊക്കെ ആളുകൾ ചൂണ്ടലിടണത് കാണാം. ഇതിൻ്റെ അരികിൽ ഒരുവിധം എല്ലാ ഭാഗത്തും ആളുകളുണ്ട്, ചൂണ്ടലിട്ടുണ്ട്. മീൻ കിട്ടുന്ന ഇതുവരെ ആർക്കും കണ്ടില്ല. പക്ഷെ മീനുണ്ട്. വെള്ളത്തിൽ നോക്കിയാൽ മീൻ ഇടയ്ക്ക് മേലേക്ക് പൊന്തി വരണമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ചൂണ്ടലിൽ കുടുങ്ങിയതായിട്ട് ഇതുവരെ ഒറ്റൊന്നും കണ്ടില്ല. വെള്ളം പോകാനും വേണ്ടി ഓടനോട് കെട്ടുണ്ടാക്കിയൊരു സംവിധാനമാണ്. ഇവിടെയൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ചെടികൾ. ഈ ബോർഡ് വെച്ചതെല്ലാം ഇവിടുത്തെ ഓരോ മേയർ, ചെയർമാൻ അങ്ങനത്തെ ആളുകളൊക്കെ പ്ലാന്റ് ചെയ്ത ചെടികളാണ്. അവരുടെ പേരിൽ ബോർഡ് വെച്ചതാണിത്. അവിടെ ഉള്ളൊരു കുരങ്ങനാണിത്. ഇതോടെ കണ്ടൽ വനങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.